ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ചങ്ങലക്കിട്ട ചിന്തകളാണ്. ചിന്താപരമായ സ്വാതന്ത്ര്യം ഇല്ലാത്താണ് ഈ വ്യക്തികളുടെ ഇരുഭാഗത്തുള്ള വ്യക്തികളുടെ പ്രശ്നം. എനിക്കൊരു കഥ, എൻ്റെ പ്രിയപ്പെട്ട കഥ, അതനുസരിച്ച് ലോകം ഉണ്ടായി. ലോകം ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, മേളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, വേറൊരാൾ താഴെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വേറൊരാൾ അങ്ങനെ ചെയ്യുന്നു. എൻ്റെ കുറേ പ്ലാസിബോസ്, എൻ്റെ കുറേ നോസിബോസ്, എൻ്റെ കുറേ കൊതി, എൻ്റെ കുറേ പേടി. അതുകൊണ്ടെന്നാണ് അവൻ എനിക്ക് അന്യനാണ്, അവൻ എനിക്ക് ശത്രുവാണ്. കല്ല് വലിച്ചെറിയണം. ഒരു ജനക്കൂട്ടത്തിലേക്ക് നിങ്ങളൊരു കല്ല് വലിച്ചെറിയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെയാണ് കൊല്ലുന്നത്, ആരെയാണ് എറിയുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങളുടെ ആ ക്രൗര്യമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ക്രൗര്യം വരുന്നത് നിങ്ങളുടെ കഥകളിൽ നിന്നും, നിങ്ങളുടെ ചിന്താപരമായിട്ടുള്ള വൈകല്യങ്ങളിൽ നിന്നും. ഈ കഥകളിൽ നിന്ന് മോചന ഒരിക്കലും നിങ്ങൾക്കൊരു കല്ലെടുത്ത് വലിച്ചെറിയാൻ തോന്നില്ല ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ. ക്യാൻ യു ഡു ദാറ്റ്? അത് ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിരിക്കും കൊല്ലുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കും അവിടെ ഇരിക്കുന്നത്. അച്ഛനാപ്പോഴേ പടിയാവും അല്ലേ? ഞങ്ങൾ കൊച്ചുനാളിൽ പഠിക്കുന്ന ഒരു 2ാം ക്ലാസ്സിലൊരു കഥയുണ്ട്. ഈ റോഡ് തടഞ്ഞു നിർത്തി പ്രശ്നമൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവൻ വിദ്യാർത്ഥി നേതാവാണ്. അവൻ ചെന്ന് കാറ് തടഞ്ഞു നിർത്തുന്നു, പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവുന്നു. സമരം വിജയിച്ചു. വീട്ടിൽ വൈകിട്ട് ചെല്ലുമ്പോൾ അമ്മയുടെ കലങ്ങിയ കണ്ണുകളുമായി അമ്മ പറയുന്നു, എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കും. മോനെ, അച്ഛൻ പോയടാ, രാവിലെ കാറിനകത്ത് ഹൃദയസ്തംഭനം വന്നതാണ്, ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ആ സ്കൂളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ കുട്ടികൾ ആ കാറവിടെ തടഞ്ഞിട്ട് പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ അച്ഛനെ ഒരല്പം കൂടി മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് ആശുപത്രിയിൽ പറഞ്ഞു. അപ്പോഴും ഇവൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലേ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഇതേ കണക്കുള്ള കൊച്ചു കൊച്ചു കഥകളായിരുന്നു. 2ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. നിൻ്റെ അച്ഛനെയാണ് കൊല്ലുന്നത് നീ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെയാണ് നോക്കണം, ഒരു മാനവികതയുടെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ യഥാർത്ഥ ബോധ്യം എന്ന് പറയുന്നത് അച്ഛനെ കൊല്ലാതിരിക്കാം എന്നുള്ളതല്ല, ആരെയും കൊല്ലരുത് എന്നുള്ളതാണ്. അച്ഛന് പ്രത്യേകിച്ച് കൊമ്പും വാലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് തന്നെ നമ്മളെ ചിന്താപരമായിട്ടുള്ള മറ്റൊരു ചങ്ങലയാണ്. ഇത് ദേ ആർ ആക്ച്വലി സെപ്പറേറ്റഡ് ബൈ സ്റ്റോറീസ്. കഥകളിലുള്ള വ്യത്യാസം. ഇവർ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ കഥ, അവരുടെ കഥ. ഓരോരുത്തരും ഓരോ കഥകൾക്ക് വേണ്ടി പൊരുതുകയാണ്. ഇതിനൊന്നും യഥാർത്ഥത്തിൽ യുക്തിസഹമായിട്ടുള്ള, തെളിവ് സഹിതമായിട്ടുള്ള യാതൊരു എവിഡൻസും എങ്ങും ഇല്ല. അങ്ങനെ സംഭവിക്കാറുമില്ല. പക്ഷേ ഇതൊരു യഥാർത്ഥ ഫാൻറ്റസി ഫൈറ്റാണ്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, മുറിവേൽക്കുന്നതും മനുഷ്യനാണ് എന്നുള്ളതാണ്.